എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ സംഗീതം. ഞാൻ എൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുന്ന ടേബിളിൽ ഒരു ബൈബിളുണ്ട്, ഷാലോമിൻ്റെ ഒരു പ്രാർത്ഥന പുസ്തകം ഉണ്ടായിരുന്നു. അത് ഒരു 4-5 മാസം ഞാൻ കിടന്നൊരു സമയമായിരുന്നു. അത് സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്ത് കേരളത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന എന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഈവൻ ഹിന്ദിയിലും എക് ദിവാനാഥ എന്ന് പറഞ്ഞ ചിത്രത്തിൽ പാടാനായിട്ട് റഹ്മാൻ സാർ എന്നെ വിളിക്കുകയുണ്ടായി. എൻ്റെ സിനിമ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്ത് 20 വർഷം തികയാണ്. 1989 ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടി ഈശോയ്ക്ക് വേണ്ടി മാത്രം എൻ്റെ ശബ്ദവും എൻ്റെ സംഗീതവും ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല സിനിമ മേഖലയിലേക്ക് ഞാൻ കടന്നു വരുമെന്ന്. അതിനുശേഷം ഒരു 10 വർഷത്തോളം കർത്താവിന് വേണ്ടി ജീസസ് യൂത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നപ്പോൾ ഇങ്ങനൊരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരുന്നു ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് കടന്നു വന്നു. എനിക്കൊരു ജോലിയും ശരിയാകുന്നില്ല. എൻ്റെ മനസ്സിലെങ്ങനെയായിരുന്നു കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുക, എൻ്റെ മ്യൂസിക് പരിപൂർണമായിട്ടും ഈശോയ്ക്ക്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കമ്പ്യൂട്ടർ മേഖലയിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല. ചെന്നൈയിൽ ഞാൻ ജോലിക്ക് വേണ്ടി പോയി. ആ സമയത്ത് കൃത്യം ഒരു കമ്പ്യൂട്ടർ മേഖലയിൽ പ്രശ്നങ്ങൾ സംഭവിച്ച് ഇന്ത്യക്ക് വെളിയിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ട് പലരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നൊരു സമയം. പുതിയൊരാൾക്കാർക്ക് ഒന്നും ജോലി കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പലരും പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടന്നിട്ട് നിൻ്റെ ജീവിതം നോക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ. ആകെ വിഷമവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ കൊളുത്തുവയലിൽ ധ്യാനിക്കാനായിട്ട് ഞാൻ വന്നു. അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പരിപൂർണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 2ാമത്തെ ദിവസമായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ റെക്സ് ബാൻഡിലുള്ള മനോജ് സണ്ണിയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ദുബായിൽ ഏഷ്യാനെറ്റിൽ ഒരു ജോലിയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അപ്പോയിൻമെൻ്റ് ആണ്, നീ പറയണം. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. അങ്ങനെ വർക്കി അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത്. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു വാതിലിങ്ങനെ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു പ്രകാശം കടന്നു വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയത്തില്ല, നീ ധൈര്യമായിട്ട് നീ സമ്മതിച്ചോളൂ, നീ ആ ജോലിക്ക് നീ പൊക്കോളാൻ പറഞ്ഞു. അടുത്തൊരു 1-1.5 ആഴ്ചക്കുള്ളിൽ ഞാൻ ദുബായിലെത്തി. ഞാൻ ഏഷ്യാനെറ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സിനിമ പാട്ടുകൾ കേൾക്കുന്നത്. ഞാൻ 89 ധ്യാനം കൂടിയതിന് ശേഷം ഒരു പാട്ടും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ സംഗീതം. പക്ഷെ ദൈവം എന്തോ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. അവിടെ വെച്ച് ആദ്യത്തെ സിനിമയുടെ ഒരു വിളി വരികയാണ്. ഭദ്രൻ സാർ എന്നെ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണം, ഞാൻ ഈ ഓപ്ഷൻ എടുക്കണോ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളൊരു ലീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മേഖലയിൽ കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു സാക്ഷിയായിട്ട് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ എന്തിനാണ് വെറുതെ മാറി നിൽക്കുന്നത്. എങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ ഒത്തിരി സംശയമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്കൊരു മെസ്സേജ് തന്നതാണ്. പത്രോസ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തളികയിൽ അനേകം നാനാതരത്തിലുള്ള ജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ, അങ്ങനെ പല രീതിയിലുള്ള എല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയണം, നീ ഇതിനെ കൊന്ന് ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞ്, മലിനമായതൊന്നും ഞാൻ സ്പർശിക്കുകയില്ല. പക്ഷേ ഈശോ പറയുന്നു, കർത്താവ് വിശുദ്ധീകരിച്ചതിനെ നീ എന്തിന് മലിനമെന്ന് പറയുന്നു. അങ്ങനെ 3 പ്രാവശ്യം എടുക്കപ്പെട്ടു. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തീർച്ചയായിട്ടും പത്രോസ്ലീഹ യഹൂദരിൽ നിന്നും വിജാതീയരിലേക്ക് പോകുന്നതിനുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ, എൻ്റെ ഉള്ളിൽ കർത്താവ് ശക്തമായിട്ട് ഒരു വേറിട്ട ഒരു ചിന്തയിലേക്ക് കർത്താവിനെ നയിക്കുന്നതിനുള്ളൊരു അടയാളമായിട്ട് എനിക്ക് തോന്നി. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ കൂട്ടുകാർ അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്ത് എന്തായാലും പോയി നോക്കാം.
അവിടെ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരാം. അങ്ങനെ ഫസ്റ്റ് പടം വെള്ളിത്തിരയുടെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജീസസ് യൂത്തിലുള്ള ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സിനിമയുടെ പ്രവർത്തനത്തിൽ അതിൻ്റെ ഡയറക്ടർ ഭദ്രനടക്കം ഞങ്ങൾ ഡെയിലി മാസിന് പോവും. ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വിശുദ്ധ കുർബാനയെ പറ്റിയും പല കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. ആ പടത്തിൻ്റെ പൂജയ്ക്ക് പകരം ഞങ്ങൾ ആ സ്റ്റുഡിയോയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. എന്ത് തന്നെയാണെങ്കിലും ആദ്യത്തെ സിനിമ ചെയ്ത് തിരിച്ചു വന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എങ്ങനെ കർത്താവിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചിത്രത്തിന് ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു പോയി. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈശോയെ പറ്റി പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ദൈവം എനിക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുന്ന ടേബിളിൽ ഒരു ബൈബിളുണ്ട്, ഷാലോമിൻ്റെ ഒരു പ്രാർത്ഥന പുസ്തകം ഉണ്ടായിരുന്നു. അത് അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പച്ചൻ ഷാലോമിൽ വളരെ ആക്റ്റീവായിട്ട് ഷാലോമിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. ഡെയിലി സൺഡേ ഷാലോം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നടന്ന് സൺഡേ ഷാലോമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അപ്പച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പുസ്തകമുണ്ട്, ഷാലോമിൻ്റെ പ്രാർത്ഥന പുസ്തകം. അതായിരുന്നു ഡെയിലി എൻ്റെ പ്രയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടിരുന്നത്. അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വചനത്തിലൂടെ കർത്താവ് ഒന്നും കൂടെ ആഴത്തിൽ 1 കൊറിന്തോസ് 15:19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവനാണ് നീ എങ്കിൽ നിന്നെ പോലൊരു ദൗർഭാഗ്യവാൻ വേറെ ഇല്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വീണ്ടും ആഴത്തിൽ ചിന്തിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ പരിപൂർണമായിട്ട് എൻ്റെ ടാലൻറ്റ് പോലും ഈശോയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കണം എന്നുള്ള ആഴത്തിലൊരു ചിന്ത കടന്നു വരികയും മിഷന് പോകണമെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ആ മിഷൻ്റെ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ അച്ഛനിലൂടെ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ മിഷൻ അതല്ല, നിൻ്റെ മിഷൻ വളരെ ഡിഫറെൻ്റാണ്. കർത്താവ് വീണ്ടും നിന്നെ ഇത്രയും നാൾ നീ എങ്ങനെ കർത്താവിനെ പ്രഘോഷിച്ചു, അതിലും ശക്തമായിട്ട് ഈശോയെ പ്രഘോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുക. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 മാസം ഞാൻ കിടന്നൊരു സമയമായിരുന്നു അത്. സ്പോണ്ടിലിറ്റീസ് അഗ്രവേറ്റ് ചെയ്തിട്ട് ഒരു സിനിമയും ചെയ്യാൻ ഒരു വർക്കും ചെയ്യാൻ പറ്റാത്തൊരു സമയം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ അച്ഛനിൽ നിന്ന് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കറിയത്തില്ല ഇനി എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പക്ഷേ ഞാൻ നിൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും സംഭവിച്ച എല്ലാ കാര്യത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് AR റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ വിണ്ണൈ താണ്ടി വരുവായ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിലെ ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ പാടാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ പാട്ട് ആ പടത്തിലില്ലാത്ത പാട്ടാണ്. പെട്ടെന്ന് റഹ്മാൻ സാറിന് തോന്നാണ് എനിക്കൊരു പാട്ടും കൂടി കമ്പോസ് ചെയ്യണം. അത് ആര് പാടണം എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു മുഖം, കാര്യം എൻ്റെ വെള്ളിത്തിര സിനിമ ഓഡിയോ ലോഞ്ച് ചെയ്തത് റഹ്മാൻ സാറ്, എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു, പേര് മറന്നുപോയി. അങ്ങനെ സിംഗർ ശ്രീനിവാസനോട് പറയുകയാണ്, കേരളത്തിലൊരു ഗോസ്പലൊക്കെ പാടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് വേണം. അപ്പോൾ അദ്ദേഹം എടുത്ത വഴി ചോദിച്ചു, അൽഫോൻസ് ആണോ? റഹ്മാൻ സാറ് പറഞ്ഞു, യെസ് അൽഫോൻസോ, വരാൻ പറയൂ. അങ്ങനെ ഞാൻ ചെന്നു, പാട്ടെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഈ പാട്ട് പടത്തിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, പടത്തിൽ പാട്ടില്ല, ലാസ്റ്റ് മിനിറ്റിൽ ഞാനൊരു പാട്ടും കൂടി കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു പ്രൊമോ സോങ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പാട്ട് എങ്ങനെയെങ്കിലും പടത്തിൽ പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല, പക്ഷേ ലെറ്റ് മീ ട്രൈ. അങ്ങനെ അദ്ദേഹം കുറേ പ്രാവശ്യം ശ്രമിച്ചു. ഫൈനലി ചെന്നൈ ഫിലിം മാഗസിനിൽ വന്ന ന്യൂസ് പ്രകാരമാണ് ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്, ഒരു പാട്ടിന് വേണ്ടി തൻ്റെ തിരക്കഥ മാറ്റി എഴുതി. അങ്ങനെ ആ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് രംഗത്തിൽ ഈ പാട്ട് പ്ലേസ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ കേരളത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന എന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഈവൻ ഹിന്ദിയിലും എക് ദിവാനഥ എന്ന് പറഞ്ഞ ചിത്രത്തിൽ പാടാനായിട്ട് റഹ്മാൻ സാർ എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, കർത്താവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും വിളിയും ഈശോയുടെ മുൻപിലേക്ക് എന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത്ഭുതകരമായിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ ദൈവം വഴി നടത്തുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ ഓഡിയോ ലോഞ്ചിന് വേൾഡ് ടൂറിന് വിളിച്ച സമയത്ത് 4-5 മാസത്തെ വേൾഡ് ടൂറായിരുന്നു. ഞാനൊരു തീരുമാനം ഈശോയുടെ മുമ്പിൽ പറഞ്ഞു, ഈശോയെ
ഈ ടൂർ മുഴുവൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എനിക്ക് അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കർത്താവ് നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ലോസ് ആഞ്ചലസിൽ വന്നിറങ്ങി. അവിടെ 10 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്, സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന $1 കൊടുത്ത് ഞാൻ അടുത്ത പള്ളിയിൽ പോയി. 10ാമത്തെ ദിവസം അവിടെ നിന്ന് വാഷിങ്ടണിലേക്ക് പോകേണ്ട ദിവസമായപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇനി എനിക്കറിയില്ല എങ്ങനെയാണ് കുർബാന എനിക്ക് കാണാൻ പറ്റുക എന്നുള്ളത്, എന്നെ ബ്ലെസ് ചെയ്യണമേ. അന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഒരു മലയാളി ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, തൻ്റെ മുഖം കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, തൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു അൽഫോൺസ്. ഓക്കെ, ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താ വന്നത്? ഞാൻ പറഞ്ഞു റഹ്മാൻ സാറിൻ്റെ കൂടെ വന്നതാണ്, വാഷിങ്ടണിലേക്ക് പോകാൻ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ, എനിക്ക് അവിടെ കുർബാനയ്ക്ക് പോകണം, ആരെയും പരിചയമില്ല. ചേട്ടൻ പറഞ്ഞു അതിനെന്നാ പ്രോബ്ലം. ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെയുള്ളൊരു വ്യക്തിയെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം എന്നെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് കുർബാനയ്ക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തി വേറൊരാളെ പരിചയപ്പെടുത്തി. ശരിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ടൂറ് മുഴുവൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. എന്ന് മാത്രമല്ല, എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ്, ഇത് നിൻ്റെ ഒരു സെക്യുലർ ട്രിപ്പല്ല, ഇറ്റ്സ് എ മിഷൻ ട്രിപ്പ്. ഞാനിതെങ്ങനെയാണ് മിഷൻ ട്രിപ്പ് ആവണത്? എനിക്ക് ആ ഗ്രൂപ്പിലുള്ള ആരും തന്നെ ദൈവമായിട്ട് അങ്ങനെ ഈശോ ആയിട്ടുള്ള ബന്ധം എന്നുള്ള ആൾക്കാരല്ല. പക്ഷേ കർത്താവ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി. ആരോടെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഈശോയെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി മെറ്റീരിയൽസ്, ബുക്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഓരോ വ്യക്തിയോടും ഈശോയെ പങ്കുവെക്കാനായിട്ടുള്ള അവസരം ഈശോ എനിക്ക് തന്നു. എൻ്റെ കഴിവല്ല, തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു എങ്ങനെയാണ് ഈ മിഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ഡെബ്യൂ സിംഗർ അവാർഡ്. വേദിയിൽ റഹ്മാൻ സാറ് തന്നെ അവാർഡ് തന്നു. അവാർഡ് സ്വീകരിച്ച് കഴിഞ്ഞ് 4 ലൈൻ പാടാൻ പറഞ്ഞ് ഞാൻ പാടി നിൽക്കുമ്പോൾ ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തന്നെ, നീ ഈ സ്റ്റേജിൽ നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ വലിയ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. എങ്ങനെയാണ് കർത്താവിനെ അവിടെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തമായിട്ട് ആരോ പറയുന്ന പോലെ തോന്നി. ഞാൻ മൈക്കിൽ ഇങ്ങനെ പറഞ്ഞു, I just want to share a word of God which inspired my life. Matthew chapter 6 verse 33 says, seek first the kingdom of God and everything shall be added unto you. ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി. ഇനി എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വലിയ കയ്യടി എനിക്ക് കിട്ടി. അതിനുശേഷം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി ടെക്നീഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ, വേർഡ് ഓഫ് ഗോഡ് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു. അതിനുശേഷം ഒത്തിരി ആളുകളുമായിട്ട് വചനം പങ്കുവെക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. എൻ്റെ ഈ യാത്രയിൽ എന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുള്ളതും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളതും ബെന്നി സാറിൻ്റെ ചില പുസ്തകങ്ങളാണ്. എൻ്റെ വിശ്വാസ വഴികളിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ അടുത്ത തലത്തിലേക്ക് പോകാനായിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ബെന്നി സാറിൻ്റെ ചില പുസ്തകങ്ങളാണ്. ഷാലോമിലെ ചില ലേഖനങ്ങൾ. ഞാൻ ഒത്തിരി നന്ദിയോടുകൂടിയാണ് ഇന്നിവിടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുക. പ്രത്യേകിച്ച് ഞാൻ അപ്പച്ചനോടാണ് നന്ദി പറയുന്നത്. കാര്യം വെച്ചാൽ അപ്പച്ചനിൽ നിന്നാണ് എനിക്ക് ഈ വിശ്വാസത്തിൻ്റെ തിരി എനിക്ക് കിട്ടിയതെന്ന്. അപ്പച്ചൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. എങ്കിലും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ അപ്പച്ചൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ടെലിവിഷൻ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്യമുണ്ടായിട്ട് പോലും മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഈ സമയത്ത് ഒരു പരസ്യം പോലും ഇല്ലാതെ 20 വർഷങ്ങൾ ഇത് ഷാലോം TV കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രോവിഡൻസ് എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനായിട്ടില്ല. ദൈവം ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി എന്ന് ഈ മേഖലയിൽ നിന്ന് മാറി പരിപൂർണമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് കർത്താവ് പറഞ്ഞാൽ ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു ശക്തിയും കൃപയും ധൈര്യവും നൽകണമേ എന്ന് മാത്രമാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ധൈര്യം മുന്നോട്ട് ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധാത്മൻ്റെ ശക്തി ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.